സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം, അങ്ങയുടെ നാമം അറിയപ്പെടണം, അങ്ങയുടെ അനന്ത സ്നേഹം അറിയപ്പെടണം, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. ഒന്നാമത്തെ പ്രാർത്ഥന. അങ്ങയുടെ രാജ്യം വരണം, ദൈവസ്നേഹം എല്ലാവരിലും നിറയണം, പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയണം. നമുക്ക് ചുറ്റുമുള്ള 10,000. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം നിറയണമെങ്കിൽ, ദൈവസ്നേഹം നിറയണമെങ്കിൽ ചില തടസ്സങ്ങൾ നീങ്ങിപ്പോകണം. എന്താണത്? ക്ഷമിക്കുന്ന സ്നേഹം, കരുണാർദ്ര സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ആരോടും വെറുപ്പോ വിദ്വേഷമോ പിണക്കമോ വാശിയോ ഒന്നും വെച്ചോണ്ടിരിക്കരുത്. കാരണം ദൈവം അനന്ത സ്നേഹമായതുകൊണ്ട് വാശിയും പിണക്കവും വിദ്വേഷവും ഉള്ളിടത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയില്ല, പിന്മാറിപ്പോകും. തൽസ്ഥാനത്ത് ദുരാത്മാവ് വന്ന് ആവസിക്കും, ദുശ്ചിന്തകൾ നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സ്റ്റേജില് ഇരിക്കുന്ന പല സമയത്തും പെട്ടെന്ന് കോപത്തിന്റെ ഒരു വേലിയേറ്റം എനിക്ക് വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ചിന്തിച്ച്, ഒരു ടെലിവിഷൻ ക്യാമറ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എന്റെ മുഖത്തോട്ടൊക്കെ വന്നാൽ ഈ ദേഷ്യം ഒരു ഒപ്പിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം എവിടുന്നാ വരുന്നത്. ക്ഷമിക്കാത്ത പലരും ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ കോപത്തിന്മേൽ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് അടയാളമായിട്ട് ഇങ്ങോട്ട് തരും കർത്താവ്. ഇവിടെ ക്ഷമ പൂർത്തിയാകാത്തവരുണ്ട്. കുരിശിൽ കിടന്ന് ഈശോ സംസാരിച്ച 7 വചനങ്ങളിൽ ആദ്യത്തെ വചനം എന്താണ്? ലൂക്ക 23:34. പിതാവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. യേശുവിന്റെ പ്രാർത്ഥന മുഴുവൻ ഇറ്റേണൽ പ്രയറാ, നമുക്കും കൂടി ഉള്ളതാ. യേശുവിന്റെ എല്ലാ പ്രാർത്ഥനയും, എഴുതപ്പെട്ട എല്ലാ വചനവും നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാ. അപ്പൊ അതിനാൽ നമുക്ക് ആനന്ദിക്കാം. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം ആ പ്രാർത്ഥനയെ ആവർത്തിച്ച് നമ്മളെ വേദനിപ്പിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. നമ്മുടെ ഒരു പ്രാർത്ഥനാ കടലാസ്, വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു കടലാസ് വന്നതില് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 2ാമത്തെ പേജില് വിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെ ഒരുങ്ങാം. 1, പാപത്തെ വെറുത്തുപേക്ഷിക്കുക. പ്രഭാഷകൻ 21:2. സർപ്പത്തിൽ നിന്ന് നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക, അടുത്ത് എന്നാൽ അത് കടിക്കും. 2, സ്നേഹത്തിന് വിരുദ്ധമായതെല്ലാം നീക്കം ചെയ്യുക. ശത്രു സ്നേഹം. എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് കുറിച്ചിട്ടുണ്ട്. എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ. അടുത്തത് റോമ 12:20. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ സ്നേഹത്തിന്റെ തീക്കനലുകൾ കൂട്ടും. വെറും തിന്മയുടെ തീക്കനലല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാ ഇരിക്കട്ടെ പ്രതികാരത്തിന്റെ 2 തീക്കനൽ എന്ന് വിചാരിക്കണ്ട. നമ്മള് ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോ ദൈവം സ്നേഹത്തിന്റെ തീക്കനൽ കൂട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ലോകം മുഴുവൻ അറിയപ്പെടണം. അങ്ങയുടെ അനന്ത സ്നേഹം എല്ലാവരും അറിയണം. ദൈവസ്നേഹം കൊണ്ട് നിറയണം. അങ്ങയുടെ രാജ്യം വരണം. പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയണം. ഹല്ലേലൂയ. ദൈവസ്നേഹം നിറയണം, പരസ്നേഹം നിറയണം, കരുണാർദ്ര സ്നേഹം നിറയണം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് ദൈവ തിരുമനസ്? ദൈവ തിരുമനസ് വളരെ വ്യക്തമായിട്ട് ലൂക്ക 3:6. എല്ലാവരും രക്ഷ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എടുത്തു പറയുന്നത് 740 കോടി, 720 കോടി, 700-ലധികം, 700-ലും 800-ലും കോടി ഇടയ്ക്ക് ആൾക്കാര്. അതിലൊരാൾ പോലും നശിച്ചു പോകരുത്.
പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് സിസ്റ്റർ ഫൗസ്തീനായിലൂടെ കരുണക്കൊന്ത വെളിപ്പെടുത്തി തന്നത്. യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണേ എന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, വിശ്വാസത്തോടെ പറഞ്ഞു. ലോകം മുഴുവനിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തി കടന്നു ചെല്ലും. ഇത് ദൈവ തിരുമനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി തടസ്സപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുവോ? ഇല്ല. ദൈവത്തിന്റെ പദ്ധതിയാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിന് എല്ലാവരും അനുദപിക്കണം. എന്നാൽ എല്ലാവർക്കും അനന്ത സ്നേഹമായ ദൈവത്തെക്കുറിച്ച് അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് പാപമോചനം, പരിശുദ്ധാത്മാവിന്റെ ദാനം ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. 740 കോടി ജനവും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തന്നെ കൈപൊക്കിയിട്ടുണ്ട്. ഇത് നല്ല ലക്ഷണമാണ്. നമ്മൾ ഇനി 740 കോടി ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ, ബലിയർപ്പണം കാഴ്ചവെച്ചാൽ അത് ഫലിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 20ാമത്തെ വയസ്സിൽ ഒരു ജൂലൈ മാസം വൈകുന്നേരം ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ട ദൈവസ്വരം, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അത് കവിഞ്ഞൊഴുകും. യോഹന്നാന്റെ സുവിശേഷം 7:37-38. ജെറുസലം ദേവാലയത്തിൽ കുടാര തിരുനാൾ ദിവസം, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യഹൂദർ പ്രാർത്ഥനയും സ്തോത്രക്കാഴ്ചയുമായിട്ട് വന്നു പോവുകയാണ്. യേശു അവരെ സൂക്ഷിച്ചു നോക്കി. വന്ന പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് പോകുന്ന ആർക്കും തന്നെ മാറ്റമില്ല. വന്ന പോലെ തിരിച്ചു പോകുന്നു. ഈശോ വലിയ സ്വരത്തില് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്തതെന്താ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാലത്ത് 3 മണിക്കോ 2 മണിക്കോ എഴുന്നേൽക്കുമ്പോ ഈ കഴിഞ്ഞ 5 കൊല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന 541 MP-മാര് പ്ലസ് 543 അടുത്ത ഇലക്ഷൻ ഇൻറ്റു 1000 ഇൻറ്റു 2000, രാജ്യസഭ 250 പ്ലസ് 250 ഇൻറ്റു 1000, ഇത്ര മുഖ്യമന്ത്രിമാര്, ഇത്ര ഗവർണർമാര്, ഇപ്പോഴത്തേത് അടുത്തത് 50,000 ജഡ്ജിമാര്, അവരുടെ കൂടെയുള്ള 100-200 വക്കീലന്മാര്. അത് അടുത്ത കാലത്താണ് തുടങ്ങിയത് നമ്പർ. പ്രൈസ് ദി ലോർഡ്. കള്ളക്കേസുകൾ വരുന്നു, തെറ്റായ ജഡ്ജ്മെന്റ് വരുന്നു. ഇതിന്റെ എല്ലാം പിന്നില് നമ്മൾ അവർക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്നൊന്നും പ്രാർത്ഥിക്കാതെ, നമ്മൾ നമ്മുടെ ക്രിസ്തീയ ഉത്തരവാദിത്വം നിറവേറ്റാതെ താൽക്കാലികമായവയുടെ പുറകെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ വിട്ടുവീഴ്ചയില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ, അടുത്ത മാർപ്പാപ്പ, അടുത്ത മാർപ്പാപ്പ, ചുറ്റുമുള്ള 1,44,000 പേര്. ഈ 7 കൊല്ലത്തെ പ്രാർത്ഥനയില് ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് 7 കൊല്ലത്തെ എന്റെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് തന്ന പ്രാർത്ഥനയാ, ഞാൻ ഉണ്ടാക്കിയ പ്രാർത്ഥനയല്ല. ബെനഡിക്റ്റ് പിതാവിനെ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇപ്പോഴത്തെ മാർപ്പാപ്പ, അടുത്ത മാർപ്പാപ്പ, അടുത്ത മാർപ്പാപ്പ. ഒരു മാർപ്പാപ്പയെ പെട്ടെന്ന് വെടിവെച്ച് വന്നാൽ അടുത്ത മാർപ്പാപ്പ വരണം. രക്തസാക്ഷികൾ ഉണ്ടാവും, അവര് ഒരുക്കപ്പെടണം. 5000 മെത്രാന്മാര് പ്ലസ് 5000 ഇൻറ്റു 1000 അവരുടെ ചുറ്റുമുള്ളവര്. ഈ പ്രാർത്ഥന 50 ലക്ഷം ശുശ്രൂഷകര് പ്ലസ് 50 ലക്ഷം ശുശ്രൂഷകര്, മറ്റ് സഭക്കാരുടെയും ഒരു 50 ലക്ഷം നമുക്ക് എഴുതി വെക്കാം. അവർക്കും ആ പരിശുദ്ധാത്മ നിറവ് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതെല്ലാം ലൂക്ക 5:4 നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. ആഴത്തിലേക്ക് നീക്കി വല വീശുക. മറ്റൊന്ന് 1 തിമോത്തി 2:2 സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നതിന് നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അക്കൂട്ടത്തില് രാഷ്ട്രത്തിന്റെ ഭരണകർത്താക്കളുണ്ട്, നേതാക്കളുണ്ട്, ഇലക്ഷൻസ് ഉണ്ട്, സഭയുടെ നേതാക്കളുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, പ്രൊഫസേഴ്സ് ഉണ്ട്. തീർച്ചയായും ആവർത്തിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന ഫലിക്കും, ആത്മീയ ഫലമുണ്ടാകും. ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കോ നിങ്ങള്. എന്നിട്ട് 5 ലക്ഷം കുർബാന, ഒരു 50 കോടി 80 കോടി കൊന്ത, 2000 കൊല്ലത്തെ സഭയുടെ പുണ്യകൃത്യങ്ങള്, ഇതെല്ലാം വിശ്വാസത്തോടെ നമുക്ക് കാഴ്ചവെക്കാം. ഹല്ലേലൂയ. അസാധ്യമായ ഏതെങ്കിലും കാര്യം ദൈവം കൽപ്പിക്കുവോ? ഇല്ല. ദൈവം പറഞ്ഞു, ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന വഴിയാകാം, സഹനം കാഴ്ചവെച്ചുള്ള പ്രേക്ഷിത വേലയാകാം. ഒരിക്കൽ തമിഴ്നാട്ടില് തൂത്തുക്കുടിയില് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഞാൻ മാത്രം കൺവെൻഷൻ ഗ്രൗണ്ടിലിരിക്കുക. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഒരു പ്രായം ചെന്ന അച്ഛൻ ദൂരെ നടന്ന് എന്റെ അടുത്ത് മുമ്പിൽ വന്നു നിന്നു. ഞാൻ കൊച്ചച്ഛനാണെന്ന്. ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ അവിടെ ഇരിക്കുക. അച്ഛൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, അച്ഛാ, അനേക വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാണ്. മരുന്ന് കുടിച്ചു മടുത്തു, പ്രാർത്ഥിച്ചു മടുത്തു, ഒരു ഫലവുമില്ല. ഞാൻ കൊച്ചച്ഛനാണെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഇത് ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ള വേദനയാണെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറുമോ? എന്നിട്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ എത്ര വയസ്സുണ്ട് അച്ഛാന്ന് ചോദിച്ചു. 68 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു, 68 കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാതിന്റെ ഇരട്ടി ആയാലും കുഴപ്പമില്ല. കാരണം യേശു എല്ലാവർക്കും വേണ്ടി പാപപരിഹാരം ചെയ്ത് പൂർത്തിയാക്കിയതാ. ഇനി അവർക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് കിട്ടിയാ മതി. ഇത് പറഞ്ഞപ്പോ ഈ അച്ഛൻ പറയാണ്, എന്റെ വേദനയെല്ലാം പൂർണ്ണമായിട്ട് മാറി. ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾ. ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾ. എന്തിനാണ് ദൈവം ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾ തരുന്നത്? ഇത് ദൈവത്തിന്റെ സന്ദേശമാണെന്ന് പ്രബോധിപ്പിക്കാനാ. UK ഒരു ധ്യാന മന്ദിരത്തിൽ 100-200 പേര് ധ്യാനിക്കുകയാണ്. ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും നല്ല ചുണയായിട്ട് കൈയും വീശി എന്റെ അടുത്തോട്ട് വന്നു. രണ്ടുപേരും നല്ല ചുണയായിട്ട് കൈ വീശിയാ വരുന്നത്. എന്റെ മുമ്പിൽ വന്ന് നിന്നു. ഭർത്താവ് പറഞ്ഞു, ഇതെന്റെ ഭാര്യ, ശരീരം മുഴുവൻ വേദനയാ, നേഴ്സാ, ഭയങ്കര വേദന മാസങ്ങളായിട്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് 29. ഇവക്കോ? ഇവക്ക് 2 വയസ്സ് കുറവ്. 2 പേർക്കും കൂടി ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഒരാൾക്ക് 31, ഒരാൾക്ക് 29, 2 പേർക്ക് കൂടി 60 വയസ്സ്. രണ്ടും കൂടി ഒന്നാണെന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 60 കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ള സന്ദേശം എനിക്ക് കിട്ടുന്നത്. കോടാനുകോടി എന്ന് പറഞ്ഞാൽ മതി, തൽക്ഷണം വേദന വിട്ടുമാറി. അതുകൊണ്ട് എല്ലാവരുടെയും വേദന വിട്ടുമാറുമെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു അടയാളമാണ്, ഇതൊരു സന്ദേശമാണ്. ക്രിസ്ത്യാനിയുടെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ അനന്തമായ യോഗ്യത, ലോകാതിർത്തികളിലേക്ക് രക്ഷയും പാപമോചനവും കടന്നു ചെല്ലും. നിങ്ങളുടെ ഇടയില് ഇനിയും സുഖപ്പെടാത്ത വേദന ആർക്കെങ്കിലും ഉണ്ടെങ്കിലെന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും വേദന, ശരീരത്തിനോ മനസ്സിനോ ഏതെങ്കിലും പീഡ, അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥന ഇപ്പൊ ചൊല്ലിത്തരും. കോടാനുകോടി പാപികൾ, രോഗികൾ, ദുഃഖിതർ, ഓരോരുത്തർക്കും അവരവരുടെ വയസ്സ് എത്രയുണ്ടെന്ന് നോക്കുക. അതിന്റെ ഇരട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ ദൈവം വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വേദന ഒന്നും ഇല്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കാം. കാരണം നമ്മുടെ ഓരോ ദിവസത്തെ അധ്വാനവും കാഴ്ചവെക്കാം, ഓരോ പഠനം, ഓരോ ചലനം നമുക്ക് കാഴ്ചവെക്കാം. ഇതെല്ലാം ഒന്നും നമ്മുടെ അല്ല, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഒരു കൈ ചങ്കിൽ വെക്കാം, വലതുകരം ഉയർത്തിപ്പിടിക്കുക. നമ്മൾ കാഴ്ചവെക്കുന്നത് പിതാവായ ദൈവത്തിന്. യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോ അനന്തമായ യോഗ്യത. ഇനി പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കോ. പിതാവായ ദൈവമേ, ഇന്നുവരെയുള്ള അനേകം സഹനങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തിയതിന് പരാതിയും ആവലാതിയുമായി അങ്ങ് അനുവദിച്ച സഹനങ്ങൾ നഷ്ടപ്പെടുത്തുകയും മറ്റുള്ളവരെയും ദൈവത്തെ തന്നെയും
കുറ്റം വിധിക്കുകയും ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു. ഇനി കാഴ്ചവെക്കുകയാണ്. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ശാരീരികവും മാനസികവും കുടുംബപരവുമായ തകർച്ചകളും അപമാനങ്ങളും നിന്ദനങ്ങളും പരിത്യക്താവസ്ഥകളും യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്തമായ യോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികൾ, രോഗികൾ, ദുഃഖിതർ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ എന്നിവർക്ക് വേണ്ടി വലിയ സന്തോഷത്തോടെ കാഴ്ചവെക്കുന്നു. പരാതി കൂടാതെ കാഴ്ചവെക്കുന്നു. കോടാനുകോടി പാപികൾ, രോഗികൾ, ദുഃഖിതർ, ബന്ധിതർ മോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമാകുന്നതിനു വേണ്ടി എന്റെ ഇന്നു വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്നു വരെയുള്ള അധ്വാനം, മരണം വരെയുള്ള അധ്വാനം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ നിത്യപിതാവിന് കാഴ്ചവെക്കുന്നു. മൗനമായിട്ട് ഈ സമർപ്പണം നവീകരിക്കുക. ഇന്നു വരെയുള്ള സഹനം, അധ്വാനം, മരണം വരെയുള്ള സഹനം, അധ്വാനം, ഓരോ ചലനവും എല്ലാം ദൈവത്തിന്റെ ദാനം കാഴ്ചവെക്കുക. കൊടാനുകോടി പാപത്തിനും ദുശീലങ്ങൾക്കും വാശിവൈരാഗ്യങ്ങൾക്കും അശുദ്ധിക്കും അടിമപ്പെട്ട ജനതതി വിടുതൽ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ദൈവസ്നേഹം കൊണ്ട് നിറയണം. ദൈവമക്കളായി തീരണം. ഈ ലക്ഷ്യത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. ആ തീരുമാനം എടുത്ത് കൈവീശി കാണിച്ചേ. രണ്ട് കൈ ഒന്ന് കൈവീശി കാണിച്ചേ. ഏറ്റവും മൂല്യമുള്ള ഒരു വലിയ സമർപ്പണ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത്. എന്നും ആവർത്തിക്കാവുന്ന, സഹനം വരുമ്പോഴും അധ്വാന ഭാരം വരുമ്പോഴും എല്ലാം ആവർത്തിക്കാവുന്ന പ്രാർത്ഥന. മറന്നു കളയാതെ എല്ലാവരും എഴുതി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം, നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും വേദന പകുതി മുക്കാലും കുറഞ്ഞോ വിട്ടുപോയോ നോക്കിയേ. എങ്കിലൊന്ന് കൈപൊക്കി കാണിച്ചേ. നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വേദന പകുതി മുക്കാലും കുറഞ്ഞോ വിട്ടുപോയോ എങ്കിൽ കൈ ഉയർത്തുക. മറ്റുള്ളവരിയ്ക്കുക. ഇനി നിങ്ങള് ടെലിവിഷൻകാരും എല്ലാവരും അത് നോക്കിക്കേ. എത്ര പേരാണ് കൈ ഉയർത്തി നിൽക്കുന്നത്? സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല. ആ സമയത്ത് സൗഖ്യം പ്രാപിച്ചവരാണിവര്. അവര് കൈ ഉയർത്തി, രണ്ട് കൈ ഉയർത്തി കൈവച്ച് കാണിച്ചേ. മറ്റുള്ളവരും അങ്ങോട്ട് നോക്കിയേ. വാരിക്കോരിയുള്ള കർത്താവിന്റെ ദിവ്യ സ്പർശനം ആയിരങ്ങൾക്കാണ് സൗഖ്യസ്പർശനം. സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല നമ്മള് നടത്തിയപ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് കൈവീശിക്കേ. സ്വർഗം ഇത് കാണുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതി വെച്ച് പലപ്പോഴും ആവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പുതിയ ശാന്തി, പുതിയ സമാധാനം, പുതിയ ആശ്വാസം ആർക്കെങ്കിലും കിട്ടിയെന്ന് നോക്കിയ ഭാരം, മനസ്സിന്റെ ഭാരം കുറഞ്ഞു. പുതിയൊരു ആശ്വാസം, പുതിയൊരു ശാന്തി മനസ്സിൽ വന്ന് നിറഞ്ഞോ എന്ന് നോക്കിയേ. അവരൊന്ന് എഴുന്നേറ്റ് തന്നേ. നോക്കിയേ, ഒരുപാട് പേർക്ക് ഈ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. എവാഞ്ചലൈസേഷൻ 2033 എന്ന ഒരു കടലാസില് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവരും ഇരിക്കുക. റോമ 12:1 പറയുന്നു, ഇപ്പോൾ നമ്മൾ നടത്തിയ സമർപ്പണവും പ്രാർത്ഥനയും ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണെന്ന്.
റോമാ 12:1. സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ സഹനങ്ങളെ, ബിയോസി തർജ്ജിമയിൽ ശരീരങ്ങളെന്നാ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ സഹനങ്ങളെ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഓരോ ദിവസവും സമർപ്പിക്കാം. സജീവ ബലി യേശുക്രിസ്തുവിന്റെ ബലിയർപ്പണത്തോട് ചേർത്തുകൊണ്ട്. ഹല്ലേലൂയ. റോമാ 12:1, കൊളോസോസ് 1:24. ക്രിസ്തുവിന്റെ പീഡകളിൽ കുറവുള്ളത് എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ,